മൈക്രോഗ്രീൻസ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടി തുടങ്ങിയോ? അത് കൊള്ളാലോ. 20 grams ആണ് പെർ ഡേ പറയുന്നത്. ഇന്ന് ആകെ ടയർഡാടോ. ഇയാൾ ആ സാലഡ്സ് ഒന്നും എനിക്ക് ഇന്ന് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ. എന്തുവാ ഇതാണ് പ്രൊഡക്റ്റ്. കൊള്ളാലോ. ഇത് നമുക്ക് തനിക്ക് പെട്ടെന്ന് എടുത്ത് കഴിക്കാനും റെഡിയാക്കാനും ഒക്കെ പറ്റിയതാണ്. ഇതിലെല്ലാം നല്ല ഫൈബറിന്റെ കണ്ടന്റുകളുണ്ട്. ഇതാണ് പ്രൊഡക്റ്റ്. 20 grams ആണല്ലോ കൺസ്യൂം പറയുന്നത് ഒരു ഡേ. അപ്പൊ നമുക്ക് 2-3 പ്ലേറ്റ് സാലഡ്സ് ഒക്കെ കുറയ്ക്കാലോ. ഇത് ട്രൈ ചെയ്യുന്നതാണ്. മൈക്രോഗ്രീൻസ് അല്ലേ ഇത്? മൈക്രോഗ്രീൻസ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടി തുടങ്ങിയോ? അത് കൊള്ളാലോ. മെയിനായിട്ട് വുമൻസിന് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം അവർക്ക് റെഗുലറായിട്ട് പീരീഡ്സ് വരാത്തവർക്കും PCOD ഉള്ളവർക്കും യൂട്രസ് സംബന്ധമായിട്ടുള്ള ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്കും മെയിനായിട്ട് ഇത് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. നമുക്ക് ഈ മൈക്രോഗ്രീൻസ് കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആണ്. പ്രോ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ തുറക്കുക, ഇതിങ്ങനെ എടുക്കുക, ഒരു അത്യാവശ്യം കുറച്ചെടുക്കുക. 20 grams ആണ് പെർ ഡേ പറയുന്നത്. അത്രേ ഉള്ളു കാര്യം. പിന്നെ ഇതിങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ സൂപ്പായിട്ട്, ജ്യൂസിൽ, സാൻഡ്വിച്ച് ആയിട്ട്, സാലഡ്സിൽ മിക്സ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. വളരെ ഇവർ ടൈം എടുത്തിട്ട് 10 to 40 days ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഗ്രോത്ത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു 70 grams ഒക്കെ വരുന്നുണ്ട്. ഒരു 1 week ആണ് ഇത് ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് പറയുന്നത്. അപ്പോൾ എന്തായാലും കൺസ്യൂം ചെയ്ത് നോക്കുക, ബെറ്റർ ആണിത്. എന്നെ സംബന്ധിച്ച് നമ്മുടെ ഈ അവൈലബിലിറ്റി ഇത് കുറവായിരുന്നു. ഇത് നമുക്ക് സാലഡ്സിന് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ നോക്കിയിട്ട്. കാരണം ഇതിന്റെ വേറൊരു ഏറ്റവും ഗുണമേന്മ എന്ന് പറഞ്ഞാൽ ആകെ 20 grams നമ്മൾ ഒരു ദിവസം കൺസ്യൂം ചെയ്താൽ മതി. അപ്പൊ ഇത്രയും ഗുണമേന്മയുള്ള കാര്യങ്ങളെല്ലാം കൂടി 20 grams കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ഞാൻ നോക്കിയിട്ട്. അപ്പം നമ്മുടെ ഏറ്റവും അടുത്ത് നമ്മുടെ ഈ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ കരിയിലക്കുളങ്ങരയിൽ നമ്മുടെ സത്യം ഗ്രീൻസിൽ ഇത് അവൈലബിൾ ആണ്. ഞാനപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.